ആ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിശേഷം വല്ലതും അറിഞ്ഞ വെറുതെ വഴിയെ പോണ കോൺഗ്രസ്സുകാരെയൊക്കെ പ്രൊഫൈലിൽ പോയി തെറി പറയണതാണ് ഇപ്പൊ പുള്ളിയുടെ പണി. എന്തോ കാര്യമായിട്ട് അലട്ടമുണ്ട് പാവത്തിന്. പുള്ളി പറയണത് കോൺഗ്രസ്സുകാർക്കൊക്കെ പുള്ളിയുടെ അടുത്ത് ഭയങ്കര ദേഷ്യമാണെന്നാണ്. ഇതൊക്കെ ഞാൻ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാനൊരു തികഞ്ഞ ഈശ്വര വിശ്വാസിയാണ്. ഞാൻ ഈശ്വരൻ പറയുന്നത് മാത്രമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ചില കഥകൾ ഇതൊക്കെ കഴിഞ്ഞ് പറയാം. എന്നെ നശിപ്പിക്കാനായിട്ട് ഞാനിരിക്കുന്ന ഓഫീസിന്റെ മുകളിലൊക്കെ ചില ക്രിയകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുഴുവൻ ഫോട്ടോയും ഞാൻ നിങ്ങളെ കാണിക്കാം. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച തലമണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്റെ വീട്ടിനകത്ത് എന്റെ പെൻ സ്റ്റാൻഡ് കൊണ്ടുവച്ചു. എന്തായാലും BJP-കാരന്റെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വരത്തില്ലല്ലോ. വരുമോ? മാർക്സിസ്റ്റുകാർ വരത്തില്ലോ. ആ എടുത്ത സാധനങ്ങൾ മുഴുവൻ നിങ്ങളെ പ്രദർശിപ്പിക്കാം. നിറച്ച് കൈപ്പത്തി, മനസ്സിലായോ? അപ്പം ഇവിടെ നടത്താവുന്ന മൊത്തം നടത്തിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്! തമ്മിലടി, കസരകളി, മൃദുഹിന്ദുത്വം, ഇപ്പതാ ബ്ലാക്ക് മാജിക്കും എന്തൊക്കെയാ ഈ കൊച്ചു കോൺഗ്രസ് നടക്കുന്നത്? അത് പറ. ഈ ഫ്രസ്ട്രേഷനിലാണല്ലേ വെറുതെ ഇരിക്കണവന്റെ ഒക്കെ ഫോട്ടോയ്ക്ക് താഴെ പോയി തെറിക്കമന്റ് ഇടണത്. സ്വാഭാവികമായി ഞാൻ എന്റെ മനസാക്ഷി പറഞ്ഞു ഞാൻ ചെയ്തത് ശരിയാണ്. ആ ശരിയിൽ ഞാൻ അടിയുറച്ചു നിൽക്കുന്നു. പക്ഷെ കോൺഗ്രസിലെ ഒരു പൊതു സംസാരം പുള്ളിക്കല്ല ഫ്രസ്ട്രേഷൻ, പുള്ളിനെ കാരണം ബാക്കിയുള്ളവർക്കാണ് എന്നാണ്. പുള്ളിയും KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും കൂടെ ഫേസ്ബുക്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് കലിപ്പായിരുന്നു. അത് കഴിഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ കാരണം ഞാൻ പാർട്ടി വിട്ടു പോണു എന്ന് പറഞ്ഞ് ബാലകൃഷ്ണൻ പെരിയ ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു. സ്വാഭാവികമായും അത് കോൺഗ്രസിൽ വിഷയമാകുമല്ലോ. അതോടെ പുള്ളി പോസ്റ്റ് മുക്കി. അതിനുശേഷമാണ് ഉണ്ണിത്താന്റെ ഈ ടോക്ക്. എന്നെ തോപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഓടി നടന്ന് ശ്രമിക്കുകയാണ്. എന്നെ തോപ്പിക്കാതെ അവരാരും അടങ്ങൂല. ഞാൻ ഭയങ്കര ദൈവവിശ്വാസി ആയതുകൊണ്ട് ഇവരുടെ കൂടോത്രമൊക്കെ ഞാൻ തൂക്കി എന്നൊക്കെ പറഞ്ഞു. ചില ആളുകൾ എന്നെ തോപ്പിക്കാൻ അവരുടെ ആവനാഴിയിൽ അവസാനത്തെ ആയുധവും പ്രയോഗിച്ചിട്ട് നടക്കാൻ വന്നപ്പോൾ ചില പൊടിക്രിയകൾ ചെയ്തിട്ടുണ്ട്. ആ പൊടിക്രിയ മൊത്തം ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇതിലാ എന്റെ ആദ്യത്തെ സംശയം. അല്ലയോ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ 2024 സ്ഥാനാർത്ഥി, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അടുത്തത്, അയാളെ തോപ്പിക്കാൻ വേണ്ടി അയാളുടെ പെൻ സ്റ്റാൻഡിലും പുരപ്പുറത്തും ഒക്കെ കോഴിത്തലയും മോഡേണാട്ടി ചെയ്ത മുട്ടയും കൊണ്ടിട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അല്ല, ഇതൊക്കെ ആരോട് പറയാൻ? രാജ്യത്ത് മറ്റേ വർഗീയത ഇല്ലാതാക്കാൻ വേണ്ടി സ്നേഹത്തിന്റെ കട തുറക്കാൻ തെക്ക് വടക്കനെ നടന്ന മൂത്ത കൊങ്ങി വരെ സൗത്ത് കഴിഞ്ഞപ്പോ ഫാൻസി ഡ്രസ് ചെയ്ത് തുടങ്ങിയ പാർട്ടിയല്ലേ നിങ്ങളുടെ? ആരോട് പറയാൻ? ആര് കേക്കാൻ?